മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി ഇന്ന് കെ.പി.സി.സി ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണും. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആന്റണി വാർത്താ സമ്മേളനം വിളിക്കുന്നത്. പോലീസ് മർദ്ദനം അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു. കെ.ആർ. സാജു തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. സാജു, ആന്റണിക്ക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ എന്താണ്? നിഷാദെ, അതുതന്നെയാണ് സുപ്രധാനമായ ചോദ്യം. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയ ശേഷം എ.കെ. ആന്റണി അങ്ങനെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമല്ല. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം കെ.പി.സി.സി ആസ്ഥാനത്ത് എത്താറുണ്ട് 5 മണിയോടുകൂടി. എന്നാൽ വാർത്താ സമ്മേളനം വിളിക്കുകയോ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരണം നടത്തുകയോ ചെയ്യാറില്ല. വളരെ സുപ്രധാനമായ വിഷയങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ ചെന്ന് അദ്ദേഹത്തെ പലപ്പോഴും നേരിട്ട് കണ്ട് ചില ബൈറ്റുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ദീർഘമായ വാർത്താ സമ്മേളനം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് അടുത്ത കാലത്ത് വിളിച്ചിട്ടില്ല. ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് എ.കെ. ആന്റണി ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ സുപ്രധാനവും വിശദവുമായ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ എ.കെ. ആന്റണി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പോലീസ് മർദ്ദനം അടക്കമുള്ളവ ഇന്നലെ നിയമസഭയിൽ വന്നിരുന്നു. മുൻ UDF സർക്കാരിന്റെ കാലത്തുണ്ടായ മർദ്ദനങ്ങൾ അടക്കം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. ഇതിനെല്ലാം വിശദമായ മറുപടി നൽകാൻ എ.കെ. ആന്റണി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് എ.കെ. ആന്റണി ദീർഘകാലത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രതികരണത്തിന് മുതിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ സാജു, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹം തയ്യാറായേക്കും. അതിനപ്പുറം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആഭ്യന്തര പ്രശ്നങ്ങൾ. അതിൽ വി.ഡി. സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സംഘത്തെ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം വേണമെന്ന് വിചാരിക്കുന്നവർ വേണ്ട എന്ന് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ആ കൺഫ്യൂഷനെ സെറ്റിൽ ചെയ്യാൻ കൂടിയാണ് ആന്റണി വരുന്നത് എന്ന് വിചാരിക്കാമോ? അത്തരം ചോദ്യങ്ങൾക്ക് തന്നെ എ.കെ. ആന്റണി മറുപടി നൽകുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള നേതാക്കൾ കേരളത്തിലുണ്ട് എന്ന നിലപാട് സ്വീകരിക്കുകയും അതിന് മറുപടി പറയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് എ.കെ. ആന്റണി സ്വീകരിക്കാറുള്ള സമീപനം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയം, അതിനോടനുബന്ധിച്ച് കോൺഗ്രസിലുള്ള തർക്കങ്ങൾ, അവിടെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ എന്നിവയിലേക്ക് എ.കെ. ആന്റണിയോട് വിശദമായ ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അദ്ദേഹം അതിൽ പ്രതികരിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്നത് തന്നെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് എ.കെ. ആന്റണി മാധ്യമങ്ങളെ കാണുന്നത് എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താൻ കഴിയില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിശദമായ മറുപടികൾ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എന്നിവ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നമുക്കറിയാം, ഇതിനു മുമ്പ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് എ.കെ. ആന്റണി മാധ്യമങ്ങളെ കാണുകയും ഒരു ഇലക്ഷൻ അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. നമുക്ക് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അതിന് തൊട്ടു മുമ്പായിരുന്നു എ.കെ. ആന്റണി ഒരു വിശദമായ വാർത്താ സമ്മേളനം നടത്തിയത്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും വിശദമായ രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങൾ പോയിട്ടില്ല. പിന്നെ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ നിന്ന് തിരികെ എത്തിയ ശേഷം ദൈനംദിന രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എ.കെ. ആന്റണി ഇടപെടാറുമില്ല. അത്തരം പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ അതൊക്കെ കേരളത്തിലെ നേതാക്കൾ പറയും അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ്, അവർ അതൊക്കെ പരിഹരിച്ചു കൊണ്ടും അതിന് പ്രാപ്തരായ. സാജു, തിരുവനന്തപുരത്ത് എ.കെ. ആന്റണി ഇടവേളയ്ക്ക് ശേഷം ഇന്ന് കെ.പി.സി.സി ആസ്ഥാനത്ത് വൈകുന്നേരം 5 മണിക്ക് മാധ്യമങ്ങളെ കാണുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കാണും. കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഈ തർക്ക വിതർക്കങ്ങളെ അദ്ദേഹം എങ്ങനെ ഇന്ന് കൈകാര്യം ചെയ്യും എന്നതുകൂടി കൗതുകമുള്ള കാര്യമാണ്.